ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ജൂൺ മാസം പ്രത്യേകമായിട്ട് നമുക്കൊരു വണക്കം നമ്മൾ ആചരിക്കാറുണ്ട്. എന്താണത്? ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഒരു വണക്കമാസമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. അവിടെ കഴിഞ്ഞ വണ്ടേക്കൽ നമ്മുടെ പെന്തക്കോസ്തായുടെ രാത്രിയിൽ ഒരു കുടുംബം ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഇപ്പോൾ ഒരു അമ്മയും മോളുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ കൊച്ച് നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചാണ്, പക്ഷേ നല്ല ടെൻഷനുള്ള കൊച്ചാണ്. അപ്പോൾ ടെൻഷനുണ്ട്, പക്ഷേ എന്നാലും ഈശോ വലിയ വിജയം നൽകുന്ന നല്ല പ്രത്യാശയുള്ളൊരു കുഞ്ഞായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രത്യാശയൊക്കെ ഉണ്ടോ? അധ്വാനിക്കുന്നു, ഈശോ അത് അനുഗ്രഹമാക്കും എന്നുള്ളൊരു പ്രത്യാശ. ഈ കൊച്ച് ചെയ്യുന്ന ഒരു കുസൃതിയാണ്, ഞാനതിനെ വലിയ പ്രോത്സാഹിപ്പിച്ചൊന്നുമില്ല. എന്നാലും ആ കൊച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: പരീക്ഷ കഴിയുമ്പോൾ നിങ്ങളെന്താ ചെയ്യുക? സാധാരണ നിങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷ കഴിയുമ്പോൾ എഴുതിയോ കർത്താവേ, എഴുതിയതൊക്കെ ഈ വിഷയം തന്നെയാണോ എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരും. ഈ കുഞ്ഞ് ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെയാണ്, എന്നെ അത് കാണിച്ചു. ബൈബിളുണ്ട്, സ്വന്തമായിട്ടൊരു നല്ല സുന്ദരം ബൈബിളുണ്ട്, ഒത്തിരി വായിക്കുന്ന ബൈബിളാണ്, നന്നായിട്ട് കുറേ അടയാളപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അതിനകത്ത് മുഴുവൻ അടയാളങ്ങളാണ്, പേന വെച്ചുള്ള അടയാളങ്ങളല്ല. കുറേ പേപ്പറുകൾ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട് ബൈബിളിനകത്ത്. പണ്ട് നമ്മൾ പറയല്ലേ, നിങ്ങളെ കളിയാക്കരുത്, നമ്മുടെ ആധാർ കാർഡും റേഷൻ കാർഡും അമ്മച്ചി എടുക്കാതിരിക്കാനുള്ള 500 രൂപയുടെ നോട്ടും എല്ലാം നമ്മൾ ഇങ്ങനെ ബൈബിളിനകത്ത് ഒളിപ്പിച്ച് വെക്കുന്നത്. അതൊരു നല്ല ശീലമല്ല. ഈ കൊച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു കാര്യം ഇതാണ്: അവൾ പരീക്ഷ കഴിയുമ്പോൾ ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ എടുത്ത് ബൈബിളിനകത്ത് വെക്കുകയാണ്. തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാലും ഈ കുഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഞാൻ എന്തായാലും അധ്വാനിച്ചു, ഈശോ തന്ന സമയം കൊണ്ട്, ഈശോ തന്ന ബുദ്ധി കൊണ്ട്, ഈശോ തന്ന കഴിവുകൊണ്ട് ഞാൻ നന്നായിട്ട് അധ്വാനിച്ചു. ഇനി ബാക്കി ആര് തരണം? ആര് തരണം? ഈശോ തരണം. അത് ഈശോയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എന്നാ ചെയ്തേക്കാണ്: കർത്താവേ, ഞാനിങ്ങനെ ഒരു പരീക്ഷ എഴുതിയായിരുന്നു, സോ അത് നീ മറന്നു പോയിട്ടില്ലല്ലോ, മറന്നു പോയെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഈ ബൈബിൾ തുറക്കുമ്പോൾ നീയും നോക്കണേ എന്ന് പറഞ്ഞ് ബൈബിളിനകത്ത് ചോദ്യപേപ്പർ വെച്ചേക്കാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയൊന്നും ചെയ്തേക്കില്ല കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആധാരം, നിങ്ങളുടെ മരുന്നിൻ്റെ ചീട്ട് എല്ലാം മിക്കവാറും ബൈബിളിൽ വെക്കും. ഇതൊരു നല്ല ശീലമായിട്ട് കാണണ്ട. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഒരു ട്രസ്റ്റ്, ഈശോയിലുള്ള ആ കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് ആശ്രയത്തെ ഇതായിരുന്നു: ഞാനിത് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്താൽ ബാക്കി ആര് നോക്കിക്കോളും? ഈശോ നോക്കിക്കോളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കൊടുക്കുമ്പോൾ ഈ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്: ഈശോ നോക്കിക്കോളും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? എന്ന് ഉറക്കെ പറ, ഈശോ നോക്കിക്കോളും. ഉറപ്പാണോ? അടുത്തിരിക്കുന്നവരെ നോക്കിക്കേ, അവരോട് പറ, ഈശോ നോക്കിക്കോളും. പറഞ്ഞേ. അപ്പോൾ അവർ ടെൻഷൻ അടിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ അടുത്ത ആഴ്ച ചെയ്യാനുള്ള കാര്യം, നാളെ ചെയ്യാനുള്ള കാര്യം, ഇന്നിപ്പോൾ ടെൻഷൻ അടിച്ചൊരു കാര്യം ഉണ്ടാവും. നമുക്ക് ഒരൊറ്റ കാര്യത്തിൽ ഉറപ്പ് വേണം: നമ്മൾ നോക്കുന്ന ഈശോ നമ്മളെ നോക്കിക്കോളും. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈശോ നമ്മളെ നോക്കിക്കോളും. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 37 എന്നെടുക്കാവോ? 37-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 5-ാമത്തെ വാക്യം. ഇപ്പം പറഞ്ഞൊരു കാര്യമായിട്ട് ബോധ്യം നൽകുന്ന, ഒരു ഉറപ്പ് നൽകുന്ന ഒരു വചനമാണ്. സങ്കീർത്തനം 37:5, Psalm 37:5. എല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ചേ: നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, കർത്താവിൽ ഭരമേൽപ്പിക്കുക. 2, കർത്താവിൽ വിശ്വസിക്കുക. ഇപ്പം നമുക്കൊരു പരീക്ഷയുണ്ട്, നമുക്കൊരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു വലിയ കാര്യത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്, നമ്മുടെ വീട്ടിലൊരു വലിയ കാര്യം നടക്കാൻ വേണ്ടി പോകണം. പക്ഷെ നമുക്കറിയാം ഇതെല്ലാം കൂടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. ചില ടെൻഷനൊക്കെ ഉണ്ട്, നമുക്കിതൊക്കെ പൂർത്തിയാക്കാൻ പറ്റുമെന്നൊക്കെ പേടിയുണ്ട്. പരീക്ഷ എഴുതി റിസൾട്ട് എന്താവുമെന്ന് അറിയത്തില്ല, ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്താവുമെന്ന് അറിഞ്ഞുകൂടാ, മക്കൾക്ക് വേണ്ടി ഇങ്ങനെ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഏത് വഴി പോകുമെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ വീട് പണി തുടങ്ങിയിട്ടുണ്ട്, ഒരു പണിയായിട്ട് അത് ഇവിടെ നിൽപ്പുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലൊക്കെയാണ് നമ്മൾ നിൽക്കുക. പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞു തരികയാണ്: നിൻ്റെ ജീവിതം എന്ത് ചെയ്യുക? കർത്താവിന് ഭരമേൽപ്പിക്കുക, ഈശോയുടെ കയ്യിലേക്ക് ഇത് കൊടുത്തേക്കുക. ഇതൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇതൊരു സങ്കടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സങ്കീർത്തനം 37:5 കർത്താവിൽ ഭരമേൽപ്പിക്കുക, ഒപ്പം തന്നെ കർത്താവിൽ വിശ്വസിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഈ വിഷമത്തെ, ഈ പ്രതിസന്ധിയെ, ഈ സഹനത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കുക. ഭരമേൽപ്പിച്ചാൽ മാത്രം പോരാ, കർത്താവിൽ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം? ഈശോ അവിടെ ഉണ്ട് എന്ന് ആണോ? അല്ല, അടുത്ത വചനം എങ്ങനെയാണ്? അവിടുന്ന് നോക്കിക്കൊള്ളും. എന്നാ വിശ്വസിക്കണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറ, ഇപ്പം ഈ സമയത്ത് നിങ്ങൾ ഒറ്റ കാര്യം വിശ്വസിക്കണം: ഈശോ നോക്കിക്കോളും. എൻ്റെ ജോലി ആര് നോക്കിക്കോളും? ഈശോ നോക്കിക്കോളും. എൻ്റെ മക്കളുടെ കാര്യം ആര് നോക്കിക്കോളും? ഈശോ നോക്കിക്കോളും. എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം ആര് നോക്കിക്കോളും? ഈശോ നോക്കിക്കോളും. നിൻ്റെ ജീവിതത്തെ ഇപ്പം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഏത് വിഷയമാവട്ടെ, ഇന്നലെ രാത്രി കടന്ന് കരഞ്ഞ വിഷയമാവട്ടെ, ഇന്ന് ഈ പള്ളിയിലേക്ക് നിങ്ങളെ ഓടിച്ചെത്തിച്ച സങ്കടമാവട്ടെ, നിങ്ങളെ അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്ന കാര്യത്തോർത്തുള്ള ഇപ്പോഴേയുള്ള ഭയമാകട്ടെ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇത്രയും ചെയ്യേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ഈശോയിലേക്ക് നിങ്ങളുടെ ജീവിതം ഭരമേൽപ്പിക്കുക, ഈശോയിൽ വിശ്വസിക്കുക,
അവിടുന്ന് നോക്കിക്കൊള്ളും. ആ സങ്കീർത്തനത്തിൻ്റെ 37-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 40-ാം വാക്യം, അവസാനത്തെ വാക്യമാണ്. 37-40 എല്ലാവരും ചേർന്ന് ഉറക്കെ വായിക്കാമോ? കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. കർത്താവിലാണ് അവർ അഭയം തേടിയത്. ഈശോ സഹായിക്കും. ഈശോ നിങ്ങളെ ഇതിൽ നിന്ന് അതിജീവിക്കാൻ സഹായിക്കും. കാരണം നിങ്ങൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചത്? ഈശോയിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചു. ഒരു വചനം കൂടെ അതിനോട് ചേർത്ത് വായിച്ചേ. 34-ാമത്തെ വാക്യം കർത്താവ് അനുഗ്രഹിക്കുന്ന ഒരു ഉറപ്പ് നൽകുന്ന വചനമാണ്. വിശ്വാസത്തോട് വായിക്കണം. 34-ാം വാക്യം, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് നീ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മുഴുവൻ അധികാരവും കർത്താവ് നിൻ്റെ മേൽ തരും. ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജോലി മാത്രമല്ല, ആ ജോലി സ്ഥലത്ത് കർത്താവ് നിന്നെ ആദരിക്കുകയും കൂടെ ചെയ്യും. ഒരു അധികാരത്തോടെ കർത്താവ് നിന്നെ അവിടെ ഉറപ്പിച്ച് നിർത്തും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 57-ാമത്തെ അധ്യായം എടുക്കുക. ഐസയ്യാ ചാപ്റ്റർ 57 വേഴ്സ് 13. 57-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യം ചേർന്ന് വായിച്ചേ. 2 തരത്തിലുള്ള ഒരു ആരാധനയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ടെന്ന്. നമ്മൾ ഈശോയിലല്ലാതെ മറ്റാരിലെങ്കിലും പ്രത്യാശ അർപ്പിച്ചാൽ അത് നിലനിൽക്കില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈശോയിൽ വിശ്വസിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് 57-13 വായിക്കാം. നീ ശേഖരിച്ച വിഗ്രഹങ്ങൾ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കട്ടെ. കാറ്റ് അവയെ പറത്തിക്കളയും. ഒരു നിശ്വാസം മതി അതിനെ തെറിപ്പിക്കാൻ. എന്ന് വെച്ചാൽ നമ്മൾ ഈശോയിലല്ലാതെ മറ്റെന്തിലേക്കെങ്കിലും മറ്റെന്തെങ്കിലും ആരാധന രീതിയോ മറ്റ് വ്യക്തികളിലോ നമ്മുടെ തന്നെ ബലത്തിലോ ശക്തിയിലോ ഒക്കെ ആശ്രയിച്ചാൽ ഒരു കാറ്റ് മതി അതെല്ലാം കൂടെ ചിതറി തെറിക്കാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ഈശോയിൽ ആശ്രയിച്ച എന്നാ സംഭവിക്കുന്നത്? എന്നെ ആശ്രയിക്കുന്നവൻ ദേശം കൈവശമാക്കും. വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. എന്നെ ആശ്രയിക്കുന്നവൻ ദേശം കൈവശമാക്കും. അടുത്ത വചനം വായിച്ചോ. അവന് എൻ്റെ വിശുദ്ധ ഗിരി അവകാശമായി ലഭിക്കും. ഇതാണ് കർത്താവ് നൽകുന്ന ഉറപ്പ്. നമ്മൾ മറ്റൊന്നിലേക്കും മറ്റാരിലേക്കും ആശ്രയത്തിന് പോവല്ല. എവിടെയൊക്കെ നിങ്ങളുടെ ബലം ക്ഷയിച്ചു പോയെന്ന് തോന്നുന്നു, എവിടെയൊക്കെ മനസ്സ് മടുത്തു എന്ന് തോന്നുന്നു, എവിടെയൊക്കെ കർത്താവെ മതി ഞാൻ ഇട്ടേച്ച് പോവാണ് മടുത്തു എന്ന് പറയുന്നു, അവിടെ എല്ലാം നിങ്ങൾ ആശ്രയിക്കേണ്ടത് ഒറ്റ ആളിലേക്കാണ്. മറ്റാരിലേക്കും കൈ കൊടുക്കാൻ പോകല്. ഈശോയിലേക്ക് മാത്രം ആശ്രയം വെക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടെ നിന്നെ ആദരിക്കും. അതിൻ്റെ തുടർച്ചയാണ് അടുത്ത വചനം 14-ാമത്തെ വാക്യം. പണിയുവിൻ, വഴിയൊരുക്കുവിൻ, എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിനെന്ന് ആഹ്വാനമുയരും. എന്ന് വെച്ചാൽ ഈശോയിൽ ആശ്രയിക്കുന്ന ഒരാളുടെ മുമ്പിൽ കർത്താവ് ഈ സ്വരം പുറപ്പെടുവിക്കും. നിങ്ങൾ പണിയുക, നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നീക്കിക്കളയാൻ കർത്താവ് ആഹ്വാനം നൽകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറ. എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് എനിക്കറിയാം. നമ്മളിതൊക്കെ എത്ര കേട്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി പ്രശ്നം വന്നാലും നമ്മൾ നോക്കിക്കോളാം, 1 കൈ അല്ല 2 കൈ വരെ നമ്മൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്ന ബലവത്തുക്കളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എന്നാലും ഇനി എങ്ങാനും ബലം ക്ഷയിച്ചു പോകുന്ന അവസരം വന്നാൽ ഞാനിത് പറഞ്ഞത് ഓർക്കുമ്പോൾ നല്ലതായിരിക്കും. ഞാൻ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും പലർക്കും ബോധ്യം വരുന്നത് സഹനം വരുന്ന സമയത്താണ്. അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അതിനുവേണ്ടി. ദൈവമേ, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത എല്ലാവർക്കും മനസ്സിലാവണേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കഥയൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്, എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല മുട്ടം പണി കൊടുക്കണേ. അങ്ങനെയല്ലേ ചിലതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് വചനം അത് ഞങ്ങൾ ആ ധ്യാനേന്ദ്രത്തിൽ നിന്ന് കേട്ടതാണ്, ഈ ബൈബിളിലുള്ളതല്ലേ, ഇത് ഞങ്ങൾ നേരത്തെ കേട്ടാണ്. പക്ഷെ ഇത് ഒരിക്കലും മറന്നു പോകാതെ ഉള്ളിൽ നിറയും. എപ്പോൾ? നല്ല മുട്ടം പണി കിട്ടും. ഇങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒത്തിരി പേരെ ആ ഒരു കൃപയുടെ ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചേർന്ന് പറ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ ഒരു ഉറപ്പ് ഈശോ നമുക്ക് തരികയാണ്. ഈശോയുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം പരമേൽപ്പിച്ചാൽ, ഈശോയിൽ വിശ്വസിച്ചാൽ ഈശോ നോക്കിക്കോളും. ഈശോ നോക്കിക്കോളും എന്ന് വെച്ചാൽ ഇനി മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക്, മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ ഒരു ശക്തി കൂടെ കർത്താവ് നമുക്ക് തരും. പൗലോസ്ലീഹ പറഞ്ഞ ആ വചനം നിങ്ങൾ ഓർക്കുന്നില്ലേ? നിനക്ക് എൻ്റെ എന്തു മതി? കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ്. അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്കിലെ ഒറിജിനൽ വാക്ക് തന്നെയാണ് കാരിസ്. നിങ്ങൾ വാക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? കാരിസ് ജ്യോതി, കാരിസ് ഭവൻ, ധ്യാനകേന്ദ്രമൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെന്താണ്? കരിസ്മാറ്റിക് വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. പിന്നെന്താ? കാരിത്താസ് ആശുപത്രി. അത് സ്നേഹത്തെക്കുറിച്ചാണ്. കാരിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ ഗ്രേസ്, കൃപ എന്ന് മാത്രമല്ല, പല അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, അതിൻ്റെ മറ്റൊരു അർത്ഥമാണ് സ്ട്രെങ്ത്, ശക്തി തരുമെന്നാണ്. നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറഞ്ഞാൽ നിനക്കെൻ്റെ ശക്തി മതി. നമ്മളിപ്പോൾ പറയില്ലേ, ഈ അച്ഛന് ഭയങ്കര കൃപയാണ്, ഈ സിസ്റ്റർ ഭയങ്കര കൃപയാണ്. ഗ്രേസ് പക്ഷേ വേറൊരു രീതിയിൽ കൂടെയാണ് കർത്താവ് തരുന്നത്. എന്തിനാണെന്നറിയോ? ശക്തിയുടെ രൂപത്തിൽ കൂടെ തരും. ചില പ്രതിസന്ധികളെ, ചില സഹനങ്ങളെ ഈശോയോട് ചേർന്ന് അതിജീവിക്കാൻ ഒരു
ശക്തി കൂടെ കർത്താവ് തരും. അതിനാ പറയുക, നിനക്ക് എൻ്റെ കൃപ എന്ന് വെച്ചാൽ എൻ്റെ ഗ്രേസ്, എൻ്റെ സ്നേഹം, എൻ്റെ അനുഗ്രഹം, കുറേ കാരിസംസ്, കൃപകൾ മാത്രമല്ല, എൻ്റെ ശക്തി കൂടി ഞാൻ നിനക്ക് തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഈശോ ആ ശക്തി തന്നിട്ടുണ്ട്. ഉണ്ടോ? ഈ സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ കാരിസ്, നിങ്ങൾക്ക് ഈ ഗ്രേസ്, ഈ കൃപ, ആ വാക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ആ സ്ട്രെങ്ത്, ആ ശക്തി ഈശോ തന്നിട്ടുണ്ട്. ആരുടെ ശക്തി? ഈശോയുടെ ശക്തി. സഹിക്കുന്ന നിങ്ങൾക്ക്, സഹനത്തിൽ പിടിച്ചു നിൽക്കുന്ന നിങ്ങൾക്ക്, പരാതികൾ കൊടുവം പ്രത്യാശ അർപ്പിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പായിട്ടും ആ കൃപ തന്നിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം എൻ്റെ ഉള്ളിൽ കൃപയുണ്ടോ? എപ്പോൾ അറിയാൻ പറ്റും? ഞാൻ നന്നായിട്ട് പ്രഘോഷിക്കുമ്പോഴല്ല, ഞാൻ നന്നായിട്ട് പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോഴല്ല, സഹനത്തിൻ്റെ സമയത്ത് ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിരിക്കും എൻ്റെ ഉള്ളിൽ ഈശോ എന്ത് തന്നിട്ടുണ്ട്? ഗ്രേസ് തന്നിട്ടുണ്ട്, ശക്തി തന്നിട്ടുണ്ട്. നിങ്ങൾക്കും അത് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പണ്ടേ പൊട്ടി പാളിസായി പോകാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഒരു കൊച്ചിനെ ഇങ്ങനെ നല്ല രസത്തിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൊച്ചിനെ ഞാൻ പരിചയപ്പെട്ടു. നല്ല രസത്തിൽ എന്ന് വെച്ചാൽ പരിചയപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ നോക്കാറുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ വല്ലാത്ത വെറൈറ്റി രീതിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. മരിച്ചില്ല. ആരുടെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, മരിച്ചില്ല. ഇവിടെ വന്ന് ചിരിച്ചോണ്ട് എന്നെ ചെയ്യാൻ പറ്റും? മരിക്കാത്തതിനാണോ ചിരിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അതതിന് വല്ലോ സങ്കടം ഇതിന് കൂടി വിഷമം മനസ്സിലാക്കാൻ പറ്റാത്തൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വേദന പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സ്റ്റേജ് വരും. ആ കൊച്ച് ഫുൾ ടൈം ചിരിയാണ്. മരിച്ചില്ലച്ചാ. ഞാൻ ചോദിച്ചു, ഇനി എപ്പോഴാണ് ട്രൈ ചെയ്യണേ? തീരുമാനിച്ചിട്ടില്ല എന്നാണ്. തീരുമാനമാകുമ്പോൾ അറിയിക്കുമായിരിക്കും. സങ്കടം കൊണ്ട് ചെയ്തു പോയത് ഒരു പൊട്ടത്തരം കാണിച്ചുണ്ട്. കുഞ്ഞു കൊച്ച്, വലിയ പ്രായമൊന്നുമില്ല. എന്നാ ചെയ്യും? ഉള്ളിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് വേണം? ഗ്രേസ്, കൃപ. എന്ത് കൃപ? ഈശോയുടെ ശക്തി. അതെപ്പോഴാണ് കിട്ടുന്നത്? സഹനത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ പല സഹനങ്ങളെയോ, കടങ്ങളെയോ, രോഗങ്ങളെയോ, വേദനകളെയോ, വീട്ടിലുണ്ടായ ബുദ്ധിമുട്ടുകളെയോ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, പ്രൈവറ്റ് ലൈഫിൽ ഉണ്ടായ സഹനങ്ങളെ, സങ്കടങ്ങളെ ഒക്കെ ഒന്ന് അതിജീവിച്ച് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ശക്തി ഈശോ തന്നിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ക്ഷമയോടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പൗലോസ് ശ്ലീഹായോട് പറഞ്ഞതുപോലെ ഈശോ നിങ്ങളോടും പറയുന്നു, എൻ്റെ കൃപ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, നിനക്കത് മതി. മറ്റൊരു വചനഭാഗം എടുക്കാവോ? യേശയ്യാ 40:29. നന്നായിട്ട് അറിയാവുന്ന വചനമാണ്. ആ കൃപയെക്കുറിച്ച്, ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നൊരു വചനമാണ്. യേശയ്യാ 40:29 വാക്യം ഉറക്കെ വായിക്കാം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. രണ്ട് വാക്കുകളാണ്, ബലവും ഉണ്ട്, ശക്തിയുണ്ട്. തളർന്നു പോയ എനിക്ക്, ദുർബലനായി നിൽക്കുന്ന എനിക്ക്, തളർന്ന് മടുത്തു എന്ന് തോന്നിപ്പോകുന്ന എനിക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എൻ്റെ ബലം മുഴുവൻ നഷ്ടപ്പെട്ടു, എൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയി, പക്ഷെ എനിക്ക് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ദുർബലന്, ഈ ശക്തി കുറഞ്ഞ എനിക്ക് അവൻ ബലം തന്നിട്ടുണ്ട്, അവൻ ശക്തി തന്നിട്ടുണ്ട്. ചേർന്ന് പറ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. ഇതിങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ തളരുകയാണ്, മടുത്തു പോവാണ്. ഞാൻ പ്രാർത്ഥിച്ച് അവരെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അവർക്കത്രയും ശക്തി കിട്ടുന്നില്ല. നീ തന്നെ കൃപ നൽകി അവരെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങൾ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കും നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ അത്രയും പ്രത്യാശ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. ഉണ്ടോ? നിർബന്ധമില്ല. നമ്മളെപ്പോലെ ആവണമെന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വന്തം രക്തത്തിലുള്ളവർ പോലും അവർക്ക് അത്രയും ശക്തി ഉണ്ടാവില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈശോയെ പല സഹനങ്ങളെ അതിജീവിക്കാൻ എനിക്ക് അങ്ങ് ബലവും ശക്തിയും തന്നതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ മക്കൾക്ക് അതിനേക്കാൾ കൂടുതൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തി, ഒരു ഗ്രേസ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ചേർന്ന് പറയാം ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി, അടുത്ത ജനറേഷന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അത്രയും ശക്തി അവർക്കില്ല. നിങ്ങളെക്കാട്ടും അവർ വായിച്ചിട്ടുണ്ട്, നിങ്ങളെക്കാട്ടും കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട്, നിങ്ങളെക്കാട്ടും കൂടുതൽ മനുഷ്യരെ ലോകമൊക്കെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ സഹനങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ അത്രയും ബലം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ അടുത്ത ജനറേഷൻ ഇല്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന യുവജനങ്ങളും കുഞ്ഞുമക്കളത് അംഗീകരിക്കാവോ? അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കുറവാണ്. ഒരു കുഞ്ഞ് റിജക്ഷൻ, ഒരാൾ മിണ്ടാണ്ടിരുന്നു, പോയി. നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് കോള് വന്നില്ല, മടുത്തു, ജീവിതം മടുത്തു. കണ്ടില്ലേ കഴിഞ്ഞ മാസത്തെ കണ്ടെന്ന് പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ കണ്ടില്ല, ഒരു 10 വയസ്സുള്ള കൊച്ചു പോയിട്ട് ആത്മഹത്യ ചെയ്തത്. ചേട്ടായി മൊബൈൽ ഫോൺ കൊടുത്തില്ല. നമുക്കൊക്കെ 3 മൊബൈൽ ഫോൺ ഉണ്ടായിട്ട് മരിക്കാൻ പോലും ധൈര്യമില്ല.
കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ. പ്രത്യേകിച്ച് ഒരു സന്ദർഭമായിട്ട് ചേർന്ന് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും പുതിയ ജനറേഷൻ മാതാപിതാക്കളോടും കൂടെയുള്ള അഭ്യർത്ഥനയാണ്, നാളെ ഈ മൊബൈൽ അഡിക്ഷൻ മാറ്റാനുള്ള ധ്യാനങ്ങളൊന്നും ഉണ്ടാവുകയില്ല കേട്ടോ. അങ്ങനത്തെ ധ്യാനങ്ങളൊന്നും വർക്കൗട്ട് ആവുമില്ല. അത് തുടക്കം തന്നെ അങ്ങ് മാറ്റി വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. അപകടം പിടിച്ചൊരു സാധനം നിങ്ങൾക്ക് നന്നായിട്ട് അറിയും. കൊച്ച് കരയുമ്പോൾ കൊച്ച് കരഞ്ഞോട്ടേ എന്ന് വിചാരിക്കും. കൊച്ച് മിരുമിരിപ്പ് കാണിക്കുമ്പോൾ കൊച്ച് മിരുമിരിപ്പ് കാണിക്കട്ടെ എന്ന് വിചാരിക്കുക. അല്ലാണ്ട് അതിൻ്റെ കയ്യിലേക്ക് ഫോൺ എടുത്ത് കൊടുത്താൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 10 വയസ്സ് വരെ ഒന്നും നിൽക്കണം എന്നില്ല. നിങ്ങൾ എന്നാ ധ്യാനം കൊണ്ട് കൂടിച്ചാലും ഈ കൊച്ചിൻ്റെ മൊബൈൽ അഡിക്ഷൻ മാറാൻ പോകുന്നില്ല. കാരണം അപ്പനും അമ്മയും കൊടുത്തതായതുകൊണ്ട് സ്നേഹത്തോടെ അത് ജീവിതാവസാനം വരെ അത് കൊണ്ട് നടക്കും. കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഫോൺ ഉപയോഗിക്കില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ, ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോണിനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഫോൺ എന്നെ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അതുങ്ങളുടെ കയ്യിലേക്ക് ഈ കാർട്ടൂണും കുന്ത്രവും വെച്ച് കൊടുക്കല് തിരിച്ചു പിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അത് കരയുവാണെ കരയട്ടെ. നിങ്ങളും കരഞ്ഞിട്ടില്ലേ? അന്ന് എന്നാ മൊബൈലാണ് കിട്ടിയത്, കരച്ചിൽ നിങ്ങൾ നിർത്തിയില്ലേ? നിങ്ങൾ കരയട്ടെ. കരയുമ്പോൾ കുറച്ചുകൂടെ ശ്വാസകോശം തുറക്കും. നാളെ വലിയ കരച്ചിൽ ഒഴിവാക്കാൻ അവർക്ക് ബലവും കിട്ടും. അത് നിങ്ങളുടെ കയ്യിലോട്ട് ഇത് വെച്ച് കൊടുക്കരുത്. അപകടം പിടിച്ചൊരു സാധനമാണ്. ഐ ടെൽ യു, എൻ്റെ റീൽസ് പോലും വെച്ച് കൊടുക്കരുത്. അത് ഭയങ്കര അപകടം പിടിച്ച സാധനമാണ്. അത് ഞെട്ടി എഴുന്നേക്കും. കൊച്ചു ഉറക്കം കിട്ടാണ്ട് കരയും. ഒന്നും കൊടുക്കില്ല. ഇത് കയ്യിലോട്ട് കൊടുത്തേക്കില്ല, അപകടമാണ്. പറ്റുമെങ്കിൽ പുസ്തകം, അതില്ലെങ്കിൽ കളിപ്പാട്ടം മേടിച്ച് കൊടുത്തു. അതെങ്ങനെയെങ്കിലുമൊക്കെ വളർന്നോളൂ. ഈ മൊബൈൽ എടുത്ത് കൊടുത്താൽ അപകടം പിടിച്ചൊരു സാധനമാണ്. കരയച്ചിൽ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിൽ ഒത്തിരി കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അടുത്ത ജനറേഷന് അത്ര മനക്കെട്ടിയില്ലാതെ വരുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. തളർന്നു പോകുന്ന എൻ്റെ കുഞ്ഞിന്, മടുത്തു പോകുന്ന എൻ്റെ മകൻ, എൻ്റെ മകൾക്ക് കർത്താവേ നീ ആ ഗ്രേസ് പൗലോസിലേക്ക് കൊടുത്ത ആ കാരിസ്, ആ സ്ട്രെങ്ത്, ആ ബലം നീ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കത് ഈശോയോട് ചേർന്ന് ഓരോ സഹനത്തെ ഏറ്റെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾ കുറച്ച് സമയം നിന്ന് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണേ. അല്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സഹനത്തെ എന്ന് പറയുമ്പോഴത്തേനും ജനറലായിട്ട് അങ്ങ് പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കടമോ നിങ്ങളുടെ രോഗമോ നിങ്ങളുടെ സങ്കടങ്ങളോ എന്ത് വേണേ അതിലേക്ക് എടുക്കാം. ഇതിങ്ങനെ കൊണ്ട് നടന്നാൽ, സഹനങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. കൊണ്ട് നടന്നാൽ അത് നമ്മളെ തളർത്തും. ശരിയാണോ? പറ. ഇത് കൊണ്ട് നടന്നാൽ, ഇതിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഇത് നമ്മളെ നന്നായിട്ട് തളർത്തും. തളരുമ്പോൾ ഈശോ ബലം നൽകുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം, ബലം നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരം ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സ് ഇത്രയേ ഉള്ളൂ. ശരിയാണോ? എത്ര ശ്രമിച്ചാലും എത്ര പിടിച്ചു നിൽക്കാൻ നമ്മൾ ആഗ്രഹിച്ചാലും മടുത്തു പോകുന്നൊരു മൊമെൻ്റ് നമുക്ക് വരും. കുറേ നാൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. കുറേ നാൾ മക്കൾക്ക് വേണ്ടി, കടം മാറാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടിയിട്ട്, ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, കല്യാണം നടക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളുണ്ടാൻ വേണ്ടി കുറേ നാൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക, കാത്തിരിക്കുക. നിങ്ങളുടെ മനസ്സ് തളരും. നമ്മൾ സാധാ പച്ച മനുഷ്യരായതുകൊണ്ടാണ്. ഇത് കൊണ്ട് നടക്കാനുള്ളൊരു ശേഷി നമ്മുടെ ശരീരത്തിനും ഇല്ല, മനസ്സിനും ഇല്ല. മനസ്സ് തളരും. മനസ്സ് തളരുന്നതിനോടൊപ്പം നിങ്ങളെ പല രോഗങ്ങളും വന്ന് കാർന്ന് തിന്നാൻ തുടങ്ങും. ശരിയാണോ? മടുക്കും നമ്മൾ. ഇത് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇത് ഇറക്കി വെക്കണം എന്ന് വെച്ചാൽ ആരെങ്കിലും ഇത് ഏറ്റെടുക്കാനുണ്ടോ? പറ. ഈ ജീവിത പങ്കാളിയോ മക്കളോ ഈ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഇത് ഏറ്റെടുക്കാനുണ്ടോ? ഇല്ല. നീ താങ്ങേണ്ടത് ആര് താങ്ങണം? നീ തന്നെ താങ്ങണം. ഒരാൾ പോലും ഇല്ല കൂടെ നിൽക്കാൻ. ഒറ്റ വഴിയുള്ളൂ ഈ സഹനത്തിന് മുമ്പിൽ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ജസ്റ്റ് ഒരു കുഞ്ഞു വാക്കാണ് ഓഫർ. ബാലരമ മേടിക്കുമ്പോൾ സ്റ്റിക്കർ ഓഫർ, അതല്ല. ഓഫർ എന്ന് വെച്ചാൽ ഇതങ്ങ് കൊടുത്തേക്കുക. ആർക്ക്? തന്നവന്. നമ്മുടെ ഏറ്റവും ബേസിക് ബിലീഫാണ്, ഈശോ അറിയാണ്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾക്കത് വിശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ലൈഫിൽ അതിഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നൊരു കാര്യമാണ്, എന്നോട് ഒടുക്കത്തെ സ്നേഹമായതുകൊണ്ട്, വല്ലാത്ത സ്നേഹമായതുകൊണ്ട് എനിക്ക് തരുന്നത് മുഴുവൻ അവനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളങ്ങനെ വിശ്വസിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്കിപ്പോൾ ജീവിതം കുറേ കൂടെ എളുപ്പമായത് ഇത് ഈശോ തന്നതാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ മൊമെൻ്റ് മുതൽ പല സഹനങ്ങളും ഞാൻ പറഞ്ഞത് അത് മാറിയിട്ടില്ല. സങ്കടപ്പെടുത്തുന്നുണ്ട്, ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട്, ഭാരമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ കുറേ കൂടെ എളുപ്പമായിട്ടും കൂടെ തോന്നുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം ഇത് ആര് തന്നാണ്? ഈശോ തന്നാണ്. ഇത് താങ്ങാൻ പറ്റുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തോളെ വെച്ചുകൊണ്ട് നടക്കരുത്. ആരോട് ഷെയർ ചെയ്യാനും പോകരുത്. ആരും കേൾക്കാനില്ല, ആർക്കും സൊല്യൂഷൻ തരാൻ പറ്റുന്നില്ല. ഒറ്റ വഴി, തന്നവന് തിരിച്ചു കൊടുക്കുക. തന്നവന് തിരിച്ചു കൊടുക്കുക. ഈശോ എടുക്കുമോ? നിങ്ങൾ പറ, ഈശോ ഇത് എടുക്കുമോ? തന്ന ഈശോ ഈ വേദന തിരിച്ചെടുക്കുമോ? മാറ്റുമോ എന്നൊന്നല്ല ഞാൻ ചോദിക്കണേ. ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. മാറ്റുമെന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പലതും എൻ്റെത് മാറ്റിയിട്ടൊന്നുമില്ല, പലതും എന്നെ മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പലതും ഈശോ മാറ്റി തരത്തൊന്നുമില്ല. പക്ഷെ തന്നവൻ തിരിച്ചെടുക്കുമെന്നാണ് എൻ്റെ ചോദ്യം.
തിരിച്ചെടുക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ പറയുക, അധ്വാനിക്കുന്ന നീ, ഭാരം വഹിക്കുന്ന നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് നിന്റെ ഈ ഭാരം മുഴുവൻ എനിക്കിതാ, ഫ്രീ ആയിട്ട് ഞാൻ നിനക്ക് വേറൊരു സാധനം കൂടെ തരും. ഏത്? എൻ്റെ നുകം കൂടെ ഞാൻ നിനക്ക് തരും. സീ, ഞാനതിനെ ഇങ്ങനെ മനസ്സിലാക്കുക, നിങ്ങളതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരു രോഗം ഉണ്ട്, ഞാൻ വിശ്വസിക്കുകയാണ് ഈശോ തന്നതാണ്. സഹിക്കാൻ പറ്റണില്ല ഈ വേദന, ഈ ടെൻഷൻ, ഇപ്പം ജോലി ഇല്ലാത്തൊരവസ്ഥ. ഈ അവസ്ഥയിലൂടെ എന്നെ നടത്തുന്നതും എൻ്റെ ഈശോ തന്നെയാണ്. എന്നെ വേണ്ടാഞ്ഞിട്ടോ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നല്ല, ഇപ്പം ഞാനിതിലൂടെ കടന്നു പോകണം എന്നുള്ളത് എൻ്റെ ഈശോയുടെ ഇഷ്ടമാണ്. താങ്ങാൻ പറ്റുന്നില്ലാത്തൊരു വേദനയാണ് ഈ റിജക്ഷൻ, ഈ ഒറ്റപ്പെടൽ, ഈ ജോലി ഇല്ലാത്ത അവസ്ഥ, ഈ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ദീർഘനാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ഉത്തരം പോലും കിട്ടാത്ത അവസ്ഥ എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഞാനിതാ ഇത് തന്നവൻ്റെ കയ്യിലേക്ക് ഇത് തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുക്കുമ്പോൾ ഈശോ എൻ്റെ കയ്യിലേക്ക് തരുന്നത് സഹിക്കാൻ പറ്റുന്ന രീതിയിൽ ശക്തമായ ഒരു തോളുകൾ, ധൈര്യം നൽകുന്ന ഒരു ഹൃദയം, ബലം, കാരിസ്, സ്ട്രെങ്ത്, പിടിച്ചു നിൽക്കാൻ ഒരു സഹനശക്തി. എൻ്റെ സഹനങ്ങളെ ഞാൻ ഈശോയുടെ കയ്യിലേക്ക് ഓഫർ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കവൻ തിരിച്ചു തരുന്നതാണ് അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നോക്ക്, നിങ്ങൾക്ക് ശക്തി കിട്ടുന്നത് എപ്പോഴും അത് തന്നവൻ്റെ കയ്യിലേക്ക് ആ സഹനത്തെ തിരിച്ചു കൊടുക്കുമ്പോഴാണ്. ഈശോയെ, ഇത് ഭാരം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാനിത് നിൻ്റെ കയ്യിലേക്ക് തരികയാണ്. ആ സഹനം അപ്പം പോകുന്നല്ല, അപ്പോൾ മുതൽ ആ സഹനത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഒരു ശക്തി ലഭിക്കുകയാണ്. നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് ജീവിക്കാൻ തുടങ്ങുക ആ സമയം മുതൽ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ മക്കളെ ഓർത്തുള്ളൊരു സങ്കടമാണെങ്കിൽ, അമ്മ നിങ്ങൾ ആ ഭാരം, ആ കുഞ്ഞ് നിങ്ങൾക്കൊരു ഭാരമല്ല, പക്ഷേ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള സങ്കടം നിങ്ങൾക്കൊരു ഭാരമാണെങ്കിൽ ഇപ്പം അത് ഈശോയുടെ കയ്യിലോട്ട് തിരിച്ചു കൊടുക്ക്. ഇപ്പം അത് റിലീവ് ചെയ്യ്. ഇപ്പം ഈശോയുടെ കയ്യിലോട്ട് അത് കൊടുക്ക്. കൊച്ചിനെ തിരിച്ചു കൊടുക്കുകയല്ല, കൊച്ചിനെക്കുറിച്ചുള്ള ആ ഭാരം തിരിച്ചു കൊടുക്കുക. ആ കൊച്ചപ്പോഴും അവിടെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് ആ കൊച്ച് എളുപ്പമായിട്ട് മാറും. കാരണം നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ച് ഈശോ തന്നത് ഈ നുകം വഹിക്കാനുള്ള ഒരു ശക്തി, ഒരാശ്വാസമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും എന്തിന് സഹിക്കുന്നു, എന്തിനാ ഇത്രയും സഹനങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ, ഈശോ എന്തിന് ഇതൊക്കെ അനുവദിച്ചു എന്ന് മനസ്സിലാവണമെങ്കിൽ, ഈശോയോട് ചേർന്ന് ഓരോ സഹനത്തെയും നിങ്ങൾ ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഈ സഹനത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ, എന്തിനാണ് ഈശോ ഈ സഹനം അനുവദിച്ചത്, ഈശോയെയും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ സഹനം നിങ്ങളെ സഹായിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഇതാണ്. നിങ്ങൾ ഏകദിനത്തിനോ ഇവിടെ ധ്യാനത്തിനൊക്കെ കൂടിയിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ ഒരു തയ്യൽക്കാരിയാണ്. അത്ര തയ്ച്ച് റെഡിയാവാതെ പോയത് ഞാനെന്ന ഉടുപ്പ് മാത്രമേ ഉള്ളെന്നാണ് അമ്മയുടെ അഭിപ്രായം. അത് അമ്മ ഈശോയ്ക്ക് വിട്ടുകൊടുത്തു, ഈശോ തയ്ച്ചോളാൻ പറഞ്ഞു. ഞാൻ ഒരു ഉദാഹരണമായിട്ട് ആണ്, ചിലപ്പം എൻ്റെ അമ്മ ഒത്തിരി സഹിച്ചിട്ടുണ്ട്. ഞാൻ കാരണമല്ല കേട്ടോ, ഞാൻ കാരണമുള്ളത് വേറെ കാറ്റഗറിയിലുള്ള സഹനമാണ്. അമ്മ ഒത്തിരി സഹിച്ചിട്ടുണ്ട്. 40-47 വർഷമായിട്ട് തയ്ക്കുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും ചെറുപ്പത്തിൽ ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാതിരുന്ന സമയത്ത്, അമ്മയുടെ സഹനവും അമ്മയുടെ അധ്വാനവും മനസ്സിലാവാതിരുന്ന സമയത്ത് ചാച്ചനെയും കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ സൈലൻ്റ് ആയിട്ടായിരുന്നു. കാരണം ശബ്ദം പുറത്തോട്ട് വന്നാൽ അടി കിട്ടും എന്നുള്ളതുകൊണ്ട് ചാച്ചനെ ഉറക്കെ കളിയാക്കിയില്ല, അമ്മേനെ നന്നായിട്ടൊക്കെ കളിയാക്കിയിട്ടുണ്ട്. അമ്മേനെ മനസ്സിലാവാഞ്ഞതുകൊണ്ടാണ്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഈ തയ്ക്കുന്നൊന്നും വലിയ കഴിവൊന്നുമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. തുണിയെടുത്ത് വിരിച്ചിടുക, കത്തിയെടുത്ത് ടിക് ടിക് 2 കട്ട് കട്ടുക, ഓ സോ സിമ്പിൾ. അമ്മ സഹിക്കുന്നതും ഇത് എളുപ്പമല്ലെന്ന് എനിക്ക് മനസ്സിലായത്. അമ്മേനെയും കുറച്ചുകൂടെ മനസ്സിലാകാൻ പറ്റിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അമ്മയുടെ കത്രിക പിടിച്ചിട്ടുള്ള കയ്യിലെ തഴമ്പ് കണ്ടപ്പോൾ, പുഷപ്പെടുത്തിട്ട് വന്ന തഴമ്പല്ല, അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഈ കത്രിക പിടിച്ചിട്ടുള്ള തഴമ്പുണ്ട്. നിങ്ങൾ തയ്ക്കുന്നവർക്ക് ചിലപ്പോൾ അത് പിടികിട്ടുമായിരിക്കും. മീൻ വെട്ടാൻ വേണ്ടി കത്രിക ഉപയോഗിക്കുന്നവർക്ക് തഴമ്പ് വരാൻ സാധ്യതയില്ല. അല്ലാതെ ഇവിടെ ഒരു തഴമ്പ് വരും ഈ കത്രിക പിടിക്കുന്നവർക്ക്. അമ്മയുടെ സഹനം മനസ്സിലാക്കാനും അമ്മയെ കുറച്ചും കൂടെ മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചത് ഈ ഒരു വേദന, ആ വേദനയുടെ റിസൾട്ടായിട്ടുള്ള ഈ തഴമ്പ് കണ്ടിട്ടാണ്. ഒപ്പം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പലതവണ ഞാനിത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വളരെ എളുപ്പമെന്ന് തോന്നിയൊരു കാര്യം അമ്മ എന്നെ ഏൽപ്പിച്ചു. അത് ബുദ്ധിമുട്ടായി തോന്നി. എന്താണെന്നറിയോ, നിങ്ങളത് ചെയ്തു നോക്കിയാൽ മതി. ഈ സൂചിക്കകത്തൂടെ നൂല് കയറ്റുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. പ്രായം മുമ്പോട്ട് കൂടുന്തോറും കണ്ണിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ, എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു അവധിക്കാലത്തും അങ്ങാണ്ടാന്ന് എൻ്റെ ഓർമ്മ, ഒരു ദിവസം കടയിൽ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഒന്ന് കോർത്ത് തരാൻ പറഞ്ഞു. ഞാൻ അമ്മേനെ അപ്പോഴും കളിയാക്കിയിട്ടുണ്ട്, അവിടെ നൂല് കുറക്കാൻ അറിയത്തില്ല, എന്നിട്ടാണ് വലിയ തയ്യൽക്കാരി. അമ്മയുടെ കണ്ണിൻ്റെ പ്രകാശം പതുക്കെ കുറഞ്ഞു വരുന്നത് ഈ മകന് മനസ്സിലാവില്ല. കാരണം എൻ്റെ കണ്ണ് 110-ൻ്റെ ബൾബ് പോലെ തെളിഞ്ഞിരിക്കുകയാണ് അന്ന്. പക്ഷെ അന്ന് അമ്മ അവിടെ മെഷീൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് സൂചി ഒന്ന് കോർത്തേന്ന് പറഞ്ഞപ്പോൾ, നൂല് കോർത്തേന്ന് പറഞ്ഞപ്പോൾ കൈ കിടുകിടാന്ന് വിറച്ചിട്ട് ഇങ്ങനെ നൂല് മാത്രം കയറുന്നില്ല, കടിച്ച് നക്കി ഒക്കെ ഇത് ഇടാൻ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് എളുപ്പമല്ല. മുറിക്കുന്നത് എളുപ്പമല്ല, തയ്ക്കുന്നത് എളുപ്പമല്ല. സിമ്പിളെന്ന് നമ്മൾ കരുതുന്ന ഈ സൂചിക്കകത്തൂടെ നൂല് കോർക്കുന്നതും എളുപ്പമല്ല. അമ്മ കഷ്ടപ്പെടുന്നത് മനസ്സിലാവാനും അമ്മയുടെ സഹനം മനസ്സിലാവാനും സഹനത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ മനസ്സിലാവാനും എനിക്ക് പറ്റിയത് അമ്മയുടെ ആ സഹനത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് നേരം നിന്നപ്പോഴാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
അമ്മ കഷ്ടപ്പെടുന്നത് എന്തോരെയാണെന്ന് മനസ്സിലായത് ഒരു ദിവസം അമ്മയുടെ തയ്യൽക്കടയിൽ പോയിരുന്നപ്പോഴാണ്. അമ്മ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന മെഷീനെ കയറി ഇരുന്നപ്പോഴാണ്. അമ്മ കോർക്കാൻ ശ്രമിക്കുന്ന സൂചി നൂലും ചേർത്ത് പിടിച്ചപ്പോഴാണ് അമ്മയെയും മനസ്സിലായത്, അമ്മയുടെ സഹനത്തെ മനസ്സിലായത്. അമ്മയുടെ സഹനത്തോട് എൻ്റെ ജീവിതം ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് സഹനത്തെ മനസ്സിലായി, സഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മേനെ മനസ്സിലായി. ഈശോയെ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ, ചില സഹനങ്ങളെ അവൻ അനുവദിച്ചതിനെ നന്നായിട്ട് മനസ്സിലാണെങ്കിൽ, എന്തിനാണ് ഈ സഹനം എന്നൊക്കെ ചോദിച്ച് മടുക്കാതിരിക്കണമെങ്കിൽ എൻ്റെ സഹനങ്ങളെ ഞാൻ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് പിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഈശോ ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് ഏറ്റെടുത്ത സഹനത്തിൻ്റെ ഭാഗമായി ഞാനും ഈ കടത്തെ, ഈ രോഗത്തെ, ഈ വേദനയെ ഈശോയോട് ചേർന്ന് ഏറ്റെടുക്കുമ്പോൾ എൻ്റെ വേദനകളും എൻ്റെ സങ്കടങ്ങളും ഒക്കെ അനുഗ്രഹമായിട്ട് മാറും. അങ്ങനെ ഒരാൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന സമയം മുതൽ ആ കൃപ നിങ്ങളിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെടും, സങ്കടപ്പെടും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, നിരാശപ്പെടും, പ്രാർത്ഥന അവസാനിപ്പിക്കും, പള്ളിയിൽ പോകുന്ന അവസാനിപ്പിക്കും, കർത്താവിനെ തള്ളിപ്പറയും. പക്ഷേ ഈശോയുടെ കൂടെ ഈ സഹനം അങ്ങ് കൊടുത്താൽ, ഈശോ തരുന്ന നുകം ഏറ്റെടുക്കാൻ തയ്യാറായാൽ ആ മൊമെൻറ്റ് മുതൽ ഗ്രേസ് ഒഴുകിക്കൊണ്ടിരിക്കും, ശക്തി ഒഴുകിക്കൊണ്ടിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം എടുക്കാവോ? 1 പത്രോസ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവൻ ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ, അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സന്തോഷിക്കാൻ വേണ്ടി പത്രോസിലേക്ക് പറയുകയാണ്. എന്തിന്? ഈ വേദനയോർത്ത് സന്തോഷിക്കാനല്ല. ഈ വേദന ഞാൻ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ, ഈശോയുടെ വേദനകളോട് ഞാൻ എന്നെ തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ അതെനിക്ക് സന്തോഷത്തിന് കാരണമാവും. ഇതെൻ്റെ വേദനയാണ്, എൻ്റെ പരാജയമാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റില്ല, സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷേ ഈശോയുടെ കയ്യിലോട്ട് ഇത് കൊടുക്കുന്ന സമയം മുതൽ ഈ ഇല്ലായ്മ, ഈ കണ്ണുനീര്, ഈ കടബാധ്യത, ഈ പരാജയം, ഈ വിഷമങ്ങളെല്ലാം ആഹ്ലാദമായിട്ട് മാറും. പത്രോസിലെ പറയാണ്, പിന്നീട് അവൻ വരുമ്പോൾ നിങ്ങൾ അത്യധികമായി ആഹ്ലാദിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞ് സന്തോഷമാണ് ഈശോയുടെ കയ്യിലോട്ട് ഇത് കൊടുത്തപ്പോൾ. ഈശോയെ കാണാൻ പറ്റുന്ന ഒരു സമയത്ത് ഇത് വലിയ സന്തോഷമായിട്ട് മാറും. പൗലോസ്ലീഹ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം, ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-11 വാക്യങ്ങൾ. അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാമ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. എനിക്ക് വരുന്ന സഹനങ്ങളെല്ലാം പൗലോസ്ലീഹ പറയാണ്, ഇത് ഞാൻ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാമ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈശോയെപ്പോലായി തീരാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ സഹനങ്ങളാണ്. ഈശോ സഹനങ്ങൾ ഏറ്റെടുത്തു. എനിക്ക് ഈശോയെപ്പോലെ ആയി തീരാൻ പറ്റുന്ന എപ്പോഴാണെന്ന് പൗലോസ്ലീഹ പറയുക, അവൻ്റെ കൂടെ ഈ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്ക് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെയും അവൻ്റെ പീഡാസഹനത്തിൻ്റെയും അവൻ്റെ മരണത്തിൻ്റെയും ഭാഗമായി തീരാൻ, എനിക്ക് ഈശോയെപ്പോലായി തീരാൻ സഹായിക്കുന്നത് എൻ്റെ വേദനകളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും ഇങ്ങനെയുള്ള കുരിശുകളിൽ, ഇങ്ങനെയുള്ള വേദനകളിലൊക്കെയാണ് എനിക്ക് ഈശോയെ കാണാനും ഈശോയെപ്പോലെ ആയിത്തീരാനും പറ്റുക. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ചില വേദനകൾ മാറാൻ, ചില കുരിശുകളൊക്കെ ഒരിക്കലും അടുത്ത് വരല്ലേ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെ ഒരു സങ്കടം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വരല്ലേ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇടിവാൾ പോലെ ചില വേദനകൾ വരും. ഓടിയേക്കൽ, പേടിച്ചേക്കൽ, അങ്ങനെയുള്ള പ്രതീക്ഷിക്കാത്ത കുരിശുകളിലാണ് നിങ്ങൾക്ക് ഈശോയെ കാണാൻ പറ്റുക. കുരിശിൻ്റെ വഴിയിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നില്ലേ, ശിമയോൻ വെറുതെ ആ വഴിക്ക് പോയതാണ്, ഒരു കാര്യമില്ല. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കുരിശാണ് അയാളുടെ തോളയിലേക്ക് വെച്ച് കൊടുത്തത്. തട്ടി മാറ്റിയില്ല, പറ്റിയാലെന്ന് പറഞ്ഞില്ല, അയാളത് എടുത്തുകൊണ്ട് നടന്നു. പക്ഷെ അയാളത് എടുക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് വഴിയേ നടന്ന ശിമയോന് ഈ വഴിയായ ഈശോയെ കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അയാൾ ഒരിക്കലും ഈശോയെ കാണാൻ പോകുന്നില്ല. അയാൾ കാഴ്ചയും കണ്ട് തിരിച്ചു പോകത്തുള്ളൂ. ഈശോയെ അടുത്ത് കിട്ടാൻ, ഈശോ വഹിക്കുന്ന കുരിശിൻ്റെ ഒരറ്റത്ത് പിടിക്കാൻ ശിമയോന് പറ്റിയത് അപ്രതീക്ഷിതമായി വന്ന കുരിശിനെ ഏറ്റെടുക്കാൻ തയ്യാറായ സമയം മുതലാണ്. നിങ്ങൾക്ക് ആ അപ്രതീക്ഷിതമായ കുരിശിനെ രോഗത്തിൻ്റെ രൂപത്തിലും പരാജയങ്ങളുടെ രൂപത്തിലും തെറ്റിദ്ധാരണകളുടെ രൂപത്തിലും ഒക്കെ ലൈഫിൽ വരും. നല്ല സുന്ദരമായി പൊക്കോണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ പെട്ടെന്ന് വീട്ടിൽ നടക്കുന്ന ഒരു മരണത്തിൻ്റെ രൂപത്തിൽ ചിലപ്പോൾ അത് വരും. എപ്പോഴും വിജയിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ പെട്ടെന്ന് തോറ്റുപോകുന്നതിൻ്റെ രൂപത്തിൽ വരും. എല്ലായിടത്തും ഹാപ്പി ആയിരുന്ന നിങ്ങൾ പെട്ടെന്നൊരു ദിവസം എല്ലാവരുടെയും കണ്ണിലൊരു ഉണ്ണിയല്ല, കണ്ണിലൊരു ഇരുട്ടായിട്ട് മാറുന്ന സമയങ്ങളൊക്കെ വരും. അപ്രതീക്ഷിതമായ കുരിശുകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കല്, മാറിയാൽ നിങ്ങൾക്ക് ഒരാളെയും കൂടെ മിസ്സാവും. ആരെ? ഈശോയെ. എളുപ്പമല്ല ആ കുരിശ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. ഇട്ടെറിഞ്ഞു പോകാൻ 100 കാരണങ്ങളുണ്ട്. ഇത് വേണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 50 കാരണങ്ങളുണ്ട്. പക്ഷേ ഏറ്റെടുക്കാൻ ഒറ്റ കാരണം, ഈ കുരിശയിലെ ഞാൻ ആരെ കാണത്തുള്ളൂ? ഈശോയെ കാണത്തുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കൊരിന്തോസാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, 2 കൊരിന്തോസ് 1:5.
ശിമയോനെ പോലെ നമ്മളും ആശ്വസിപ്പിക്കപ്പെടുന്ന, പൗലോസിലെ പോലെയൊക്കെ നമ്മളും ആശ്വസിപ്പിക്കപ്പെടും എന്നൊരു ബോധ്യം കിട്ടുന്ന വചനമാണ് 2 കൊരിന്തോസ് 1:5. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. പൗലോസിൽ എത്ര സുന്ദരമായിട്ടത് എഴുതി വെച്ചിരിക്കുന്നത്. ഈശോയുടെ പീഡാസഹനത്തിൽ ഞാൻ പങ്കുചേർന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈശോയുടെ ആശ്വാസത്തിലും ഞാൻ പങ്കുചേരും. എല്ലാം അവന് വിട്ടുകൊടുക്കുക, എല്ലാ ഭാരങ്ങളും അവനെ ഏൽപ്പിക്കുക, അവൻ നോക്കിക്കോളുമെന്നുള്ള വിശ്വാസം വെറുതെ കണ്ണും പൂട്ടിയുള്ളൊരു വിശ്വാസമല്ല, ഉറപ്പുള്ളൊരു വിശ്വാസമാണ്. എന്നെ അവൻ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്ന്? ഇത് ഇങ്ങോട്ടിപ്പി വചനം കേൾക്കുന്ന ആദ്യത്തെ മണിക്കൂർ മുതൽ ചിലപ്പോൾ ഒരു വലിയ ഭാരം തോളിൽ വെച്ചുകൊണ്ട് വന്നായിരിക്കും. അച്ഛൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയട്ടെ, നിങ്ങൾ ആ ഭാരം ഒന്നിപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഈശോയെ ഞാനിത് നിൻ്റെ കയ്യിലേക്ക് തരിക, നിരാശയിലല്ല, പരാതിയായിട്ടല്ല, മടുത്തു എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞാൻ നിൻ്റെ കയ്യിലോട്ട് തരികയാണ്, നീ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ആ സങ്കടത്തെ വേദനയൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റും. ഇപ്പം ഈ സമയത്ത് ഈശോ ഏറ്റെടുക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളൊന്ന് അടയ്ക്കാവോ? ഇപ്പോൾ കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാ സങ്കടങ്ങളെയും ഈശോയുടെ കുഞ്ഞിപ്പോൾ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. അവൻ തന്നതാണ്, തന്നവൻ്റെ കയ്യിലേക്ക് അത് തിരിച്ചു കൊടുക്കുകയാണ്, മടുത്തിട്ടല്ല. ഈശോയെ, എനിക്ക് ഭാരം ഏറ്റെടുത്ത് നടക്കാൻ പറ്റുന്നില്ലാത്ത സമയങ്ങൾ വരുന്നു, ഈ കടം എനിക്ക് താങ്ങാവുന്നതിനപ്പുറമായി, ഈ ജോലിയില്ലാതെ ഞാൻ സങ്കടപ്പെട്ട് എത്ര കാലമായി ഞാൻ കരയുന്നു, എനിക്ക് മടുത്തു പോകുന്ന സമയങ്ങളിൽ ഞാൻ തളരുന്നുണ്ട്, എൻ്റെ ബലം ക്ഷയിച്ചു പോകുന്നുണ്ട്, എന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈശോൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലെ എൻ്റെ കൂടെ നിൽക്കാത്ത സമയങ്ങളാണ്. ഇതൊരു ഭാരമായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. അങ്ങ് അനുവദിക്കാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അങ്ങ് അനുവദിച്ചെങ്കിൽ അതിനെ അതിജീവിക്കാൻ എനിക്ക് ശക്തി തരും. ഇപ്പോൾ ഞാനിത് നിൻ്റെ കയ്യിലേക്ക് ഞാനത് തരിക. ഐ സറണ്ടർ എവറിത്തിങ്. എൻ്റെ ജീവിത പങ്കാളി, മാതാപിതാക്കളെ, മക്കളെ, എൻ്റെ ജോലി, എൻ്റെ ശുശ്രൂഷ, എൻ്റെ പഠനം, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല സഹനങ്ങളും, ഞാൻ ഏറ്റവും അവസാനമായിട്ട് കരഞ്ഞ കണ്ണുനീരിന് കാരണമായ ആ കാര്യത്തെ ഈശോയെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിപ്പോൾ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങ് നോക്കിക്കോളും. ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ബിലീവ് ഇൻ യു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു ഈശോയെ. എൻ്റെ ഈ അവസ്ഥയെ നന്നായിട്ട് മനസ്സിലാവുന്നത് ഇത് അനുവദിച്ച അങ്ങേക്ക് മാത്രമാണ്. അപ്പായ്ക്കോ അമ്മായിക്കോ പ്രിയപ്പെട്ടവർക്കോ ജീവിത പങ്കാളിക്കോ എൻ്റെ സൗഹൃദങ്ങൾക്കോ ഒന്നും എൻ്റെ ഈ ഭാരം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല, അവർക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങ് ഇവിടെ ഉണ്ട്. ഞാനിത് തന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് തിരിച്ചു തരിക. ഈ നുകം മാറും എന്നല്ല, ഈ നുകം ഇനി വഹിക്കാൻ എനിക്ക് എളുപ്പമാകും. കാരണം അങ്ങൻ്റെ കൂടെയുണ്ട്. ഈ കുരിശിൻ്റെ ഒരറ്റം, ഈ സഹനം അങ്ങും ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല സഹിക്കുന്നത്. ഇന്ന് മുതൽ എൻ്റെ സഹനങ്ങളെല്ലാം അവസാനിക്കുകയാണ്. എൻ്റെ സഹനങ്ങളെല്ലാം ഇന്നു മുതൽ അവസാനിക്കുകയാണ്. കാരണം ഞാനിതെല്ലാം ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് ഇനി അവനോടൊപ്പം ഇത് ഏറ്റെടുക്കുകയാണ്. എല്ലാം ഈശോയുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്ത് ഇന്നു മുതൽ ഞാൻ ഈ സഹനത്തെ ഈശോയോടൊപ്പം ഏറ്റെടുക്കുകയാണ്. കൃപ തരും, ഗ്രേസ് അവൻ തരും. നിനക്ക് എൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ്. എൻ്റെ ശക്തി, എൻ്റെ ബലം ഞാൻ നിനക്ക് തരും. ആ ശക്തിയും ബലവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്നൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന.